ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ രാവിലെ മക്കളെയൊക്കെ സ്കൂളിൽ കൊണ്ടുപോയിട്ട് തിരിച്ച് വരുന്ന വഴി ചേട്ടൻ മീൻ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നെയ്മീനും വറ്റക്കുഞ്ഞിയാണ് വാങ്ങിക്കൊണ്ട് വന്നത്. അപ്പോൾ നെയ്മീനാണ് ചേട്ടൻ തന്നെ വെട്ടയെടുത്തത്. ഞാനത് വെട്ടിക്കഴിഞ്ഞാൽ മീനെല്ലാം പഴുപ്പിക്കുമെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ പുള്ളി തന്നെ എല്ലാം വെട്ടി എല്ലാം ക്ലീൻ ചെയ്ത് തരും. അങ്ങനെ ഇടയ്ക്കൊക്കെ നമ്മൾ ഇതുപോലെയൊക്കെ സഹായിക്കാറൊക്കെ ഉണ്ട്. വീട്ടിലൊക്കെ നിൽക്കുമ്പോഴൊക്കെ ഇതുപോലെയൊക്കെ ഹെൽപ്പൊക്കെ ചെയ്ത് തരും. അപ്പം ഞാനതിന് മസാലയൊക്കെ തയ്യാറാക്കാനായിട്ട് എടുത്ത് അങ്ങനെ മസാലയൊക്കെ എടുത്ത് കൊടുത്തു. അങ്ങനെ പുള്ളി തന്നെ അതിലെല്ലാം മസാല പുരട്ടി. അപ്പോൾ ഇതേപോലെ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്ത് ചൂടോടെ നമുക്ക് വറക്കാമല്ലോ. അങ്ങനെ മസാലയെല്ലാം പുരട്ടി വെച്ചതിന് ശേഷം പുള്ളി പുറത്തോട്ട് പോയി. അങ്ങനെ ഞാനതൊക്കെ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ച് അപ്പോൾ വറ്റയൊക്കെ വെട്ടാനായിട്ട് എടുത്ത് ഞാൻ. അപ്പം ഞാൻ മീൻ വെട്ടാറുള്ളത് മുറ്റത്ത് വെച്ചിട്ടാണ് വെട്ടുന്നത് കൂടുതലും. എന്നുവെച്ചാൽ അങ്ങനെ പെരക്കകത്ത് വെച്ച് വെട്ടിട്ടില്ല. അപ്പം മുറ്റത്ത് നല്ല മഴയുണ്ട്, അതുകൊണ്ട് അകത്ത് വെച്ച് വെട്ടാമെന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഞങ്ങളിടുന്ന വീഡിയോയ്ക്കൊക്കെ വളരെ ലൈക്കും കുറവാണ്. അപ്പോൾ അന്നേരം ആ വീഡിയോ ഇഷ്ടപ്പെടാനിട്ടാണ് എന്താണെന്ന് അറിയത്തില്ല. അപ്പോൾ നമുക്ക് അങ്ങോട്ട് വീഡിയോ ഇടാനും ഒന്നും തോന്നത്തുമില്ല. അപ്പോൾ ഞങ്ങളുടെ ഈ കുഞ്ഞു ഫാമിലിയെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അപ്പോൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അതാ ഇതേപോലെ മീൻ മേടിച്ചതെന്ന് വെച്ചാൽ നമുക്ക് നല്ല പച്ച മീനാണ് കിട്ടുന്നത്. കായംകുളത്ത് പോലീസ് സ്റ്റേഷൻ്റെ അടുത്തായിട്ടൊരു അമ്മ ഇരിക്കുന്നത്. അപ്പോൾ അവിടെ പോയാണ് ചിലപ്പോൾ നമ്മൾ അങ്ങനെ മേടിക്കും, മിക്കവാറും അവിടെ നിന്നാണ് മേടിക്കുന്നത്. അപ്പോൾ അമ്മയെന്ന് വെച്ചാൽ നീണ്ടകരയിൽ നിന്ന് വരുന്നതാണ്. നല്ല പച്ച മീനാണ് കൊണ്ടുവരുന്നത്. അങ്ങനെ അതുകൊണ്ട് രാവിലെ തന്നെ ഏട്ടൻ പോകുമ്പോൾ അങ്ങനെ മീൻ മേടിച്ചുകൊണ്ട് വരും. അപ്പോൾ അതാ കറി വയ്ക്കാനായിട്ട് പൊടികളെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്ത് അപ്പം മീൻ കണ്ടിച്ചതും ഒന്നുമില്ല. എന്താണെന്ന് വെച്ചാൽ ചെറിയ വറ്റക്കുഞ്ഞല്ലേ, അതുകൊണ്ട് അതേപോലെ അങ്ങിട്ട് അങ്ങനെ മീൻ കറിയെല്ലാം അടപ്പല്ലേ, അങ്ങനെ അതൊക്കെ അടച്ച് വെച്ച് അതവിടെ ഇരുന്നങ്ങ് വെന്തോളും. പിന്നെ ഞാൻ അരിയെല്ലാം തിളപ്പിച്ച് റൈസ് കുക്കറിലാണ് വെക്കാറുള്ളത്. അപ്പോൾ അതേപോലെ അവിടെ ഇരുന്ന് അതങ്ങ് വെന്തോളും. പിന്നെ നമുക്ക് ഒന്നുകൂടെ ഒന്ന് തിളപ്പിച്ചൊന്ന് എടുത്താൽ മതി അത്. അപ്പോൾ അരി ഒന്നുകൂടെ ഞാൻ തിളപ്പിക്കാനായിട്ട് അടപ്പേ വെച്ചായിരുന്നു. അപ്പോൾ ഞാൻ അല്പം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. അങ്ങനെ ഉപ്പും കൂടെ ഇട്ടാണ് ഊറ്റും. അങ്ങനെ അരിയൊക്കെ അടച്ചിട്ട് അങ്ങനെ നമ്മുടെ പണികളെല്ലാം ഏകദേശം എല്ലാം മൊത്തം കഴിഞ്ഞു. അടുക്കളയിലെ എല്ലാം പണികളെല്ലാം അങ്ങനെ കറിയെല്ലാം റെഡിയായി. പിന്നെ വിചാരിച്ചെന്നാൽ കുളിക്കാൻ പോകാമെന്ന്. അങ്ങനെ കുളിക്കാനായിട്ട് തലയിലൊക്കെ എണ്ണ വെച്ച് അങ്ങനെ കുളിയെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇനി എൻ്റെ ചെടികളൊക്കെ ഒന്ന് കാണിക്കാം. അന്ന് ചെടികളൊക്കെ നട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ അതാ ഓണം കഴിഞ്ഞപ്പോൾ നിറച്ച് പൂവെല്ലാം പിടിച്ച് നിൽക്കുന്നു ഇതിലെല്ലാം തന്നെ. ഇത് ഓറഞ്ച് കളറാണ്. പിന്നെ അടുക്കള വശത്ത് നട്ടേക്കുന്ന മഞ്ഞ കളറും. അപ്പം എല്ലാം ഈ ചെടികളെല്ലാം അവൻ നേരത്തെ തൈയായിട്ടിരുന്നപ്പോൾ എല്ലാം അവൻ ഇതിൻ്റെ പുറത്തൊക്കെ കയറി കിടന്ന് ഉരുളുമായിരുന്നു. അങ്ങനെ കുറേയൊക്കെ തൈകളൊക്കെ അങ്ങ് പോയി, പിന്നെ കുറച്ചൊക്കെ നിൽപ്പുണ്ട്. അങ്ങനെ ഓണത്തിന് കത്തപ്പൂ ഇടാനായിട്ട് വെച്ചതാണ്. ഇപ്പം ഇത് നിറച്ച് പിടിച്ച് നിൽക്കുന്നത്. പക്ഷെ നല്ല ഭംഗിയായി നിൽക്കുന്ന കാണാനൊക്കെ. ഇതിൻ്റെ ഇതളുകളൊക്കെ എന്ന് വെച്ചാൽ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്, പൂ പിടിച്ചിരിക്കുന്ന ആയാലും. ഇത് അടുക്കള വശത്ത് നട്ടിരിക്കുന്നതാണ് മഞ്ഞ കളറ്. അപ്പോൾ ഈ മഴയും കൂടെ പെയ്തപ്പോഴത്തേന് ഇതെല്ലാം അങ്ങ് ചാഞ്ഞു പോകും. അപ്പം ഞങ്ങളാണെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ വള്ളിയൊക്കെ വെച്ചിട്ട് എല്ലാം വലിച്ചൊക്കെ കെട്ടി. എല്ലാ സൈഡിലെല്ലാം വലിച്ചു കെട്ടി വെച്ചേക്കുക. കുറേയൊക്കെ പിന്നെ മുട്ടായിട്ടും വരുന്നുണ്ട് ഇതിലെല്ലാം തന്നെ. കുറച്ചൊക്കെ കണ്ട് ഇതേപോലെ ഇങ്ങനെ മുട്ടായി നിൽക്കുക. ഈ വെയിറ്റ് കൊണ്ട് പൂവിൻ്റെ ഈ വെയിറ്റ് കൊണ്ട് ഇതങ്ങ് പൂവും കൂടെ അങ്ങ് ഇതായിട്ടങ്ങ് പോവാം, ചരിഞ്ഞങ്ങ് പോവാം. അങ്ങനെ നമ്മുടെ കിട്ടുമെല്ലാം അതാ വന്ന് നിൽക്കുന്നു. അവൻ ഉറക്കമായിരുന്നു, എല്ലാം എണീറ്റ് വന്ന് നിൽക്കുന്നു. പിന്നെ കുറച്ച് നേരം അവൻ്റെ കൂടെ ഇരുന്ന്. മക്കളൊക്കെ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ നേരം പോക്കെന്ന് പറഞ്ഞാൽ ഇവൻ വന്നതൊക്കെ പിന്നെ ഇവനാ. അങ്ങനെയൊക്കെ എല്ലാവരും പുറത്ത് പോയി കഴിയുമ്പോൾ ഇവൻ മാത്രമേ ഉള്ളൂ. പിന്നെ ഇതേപോലെ ചീപ്പൊക്കെ വെച്ച് ഇരി കൊടുക്കുമ്പോൾ ഇവന് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ കുളിപ്പിക്കാനും എല്ലാത്തിനും ഇവൻ അടങ്ങിയിരിക്കും. അപ്പോൾ എൻ്റെ മോളുള്ളപ്പോൾ ഇതേപോലെ അവളെല്ലാം ഇതെല്ലാം കീരിക്കൊടുത്ത് ഒരുക്കിയതിന് ശേഷം ഇതേപോലെ പൊട്ടൊക്കെ തൊടിയിപ്പിക്കും. അതിനെല്ലാം അവൻ അടങ്ങിയിരുന്നോളും അങ്ങ്. നമ്മളൊക്കെ വിളിച്ചാൽ തന്നെ ഒറ്റ വിളിച്ചാൽ മതി, അപ്പം തന്നെ അവൻ ഓടി വരും. അപ്പം നേരത്തെ ഞങ്ങളുടെ വീട്ടിൽ 2 പട്ടി കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നു ഇതേപോലെ മേടിച്ച. പക്ഷെ അവരൊക്കെ അങ്ങ് പോയി, അതൊക്കെ ഇതായിട്ട്.
പിന്നെ അത് തന്നെയല്ല, എന്തുവാ, എന്നാലും ഇത്രയും സ്നേഹം ഇവന് മാത്രമേ ഞാൻ ഇതായിട്ടുള്ളൂ. എനിക്ക് ആദ്യമൊക്കെ ഇതുപോലെ കൊണ്ടുവരും. നമ്മുടെ പെരയ്ക്കകത്തൊന്നും ഞാനങ്ങനെ കയറ്റിയിട്ട് നേരത്തെ ഉള്ളപ്പോൾ ഒരു കൂട്ടിലൊക്കെ ആയിട്ട്, പക്ഷേ ഇതേപോലെ നമ്മൾ പെരയ്ക്കകത്തൊക്കെ ആയാലും അടുക്കളയിലായാലും റൂമിലായാലും ഓടി നടക്കുന്നത്, അങ്ങനെ എനിക്ക് അങ്ങോട്ട് ആദ്യമൊക്കെ അങ്ങ് വലിയ ഇതായിരുന്നു, എന്തുവായിരിക്കും അങ്ങനെയൊക്കെ. പക്ഷേ ഇവനെല്ലാ കാര്യങ്ങളും ഇവൻ്റെ കാര്യങ്ങളെല്ലാം പുറത്ത് പോയിട്ടാണ് ചെയ്യാറുള്ളത്. എല്ലാ നേരം അവനങ്ങ് വെളിയിലോട്ടങ്ങ് പോകും അതെല്ലാം. പിന്നെ ബാക്കിയുള്ള ഫുൾ സമയവും നമ്മുടെ ഒപ്പം തന്നെയാണ്, അടുക്കളയിലായാലും എല്ലാത്തിനായാലും. നമ്മൾ വിളിക്കുമ്പം തന്നെ ഒറ്റ വിളിക്ക് ഓടി വരും. നമ്മുടെ കൂടെ എപ്പോഴും അവനുണ്ടാകും. അങ്ങോട്ട് പോയാലും ഇങ്ങോട്ട് പോയാലും. നമ്മൾ കുളിക്കാനൊക്കെ പോയാൽ തന്നെ ബാത്റൂമിൻ്റെ വാതിൽ വന്നിരിക്കുക അവൻ, നമ്മൾ ഇറങ്ങുന്ന വരെ അങ്ങനെ. അപ്പോൾ അതാണിപ്പോൾ എന്തോ ഒന്ന് പള്ളു പറഞ്ഞു ഞാൻ അവനെ കസാരയുടെ അടിയിൽ പോയി ഇരിക്കുക. കിട്ടും. ചേട്ടൻ പുറത്ത് പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ആരെങ്കിലും പുറത്ത് പോയിട്ട് വന്നാൽ അവന് വണ്ടിയുടെ സൗണ്ട് കേൾക്കുന്ന ഗേറ്റിൻ്റെ വാതിലിൽ പോയിരിക്കും തുറക്കാനായിട്ട്. ഇപ്പോൾ വരുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളവനെ എടുക്കണം. പിന്നെ ഞാൻ കൂടുതലും ഷോർട്ട് വീഡിയോ ഒക്കെ അല്ലേ, അങ്ങനെ ലോങ് വീഡിയോ ഒന്നും ഇടുന്നില്ല, വല്ലപ്പോഴും ഒക്കെ ഇടാറുള്ളൂ. അപ്പോൾ അതിനകത്തൂടെ ഒക്കെ ഓരോരോ നമ്മുടെ വീട്ടിലെ കാര്യങ്ങളും ഒക്കെ കാണുന്നുണ്ടല്ലോ ഷോർട്ട് വീഡിയോയിലൂടെ. അങ്ങനെ മീൻ വറക്കാനായിട്ടൊക്കെ വെച്ചാൽ മീൻ വറക്കാൻ അവൻ അടുക്കള ഇരിപ്പുണ്ട്, നമ്മൾ വറക്കുന്നതിൻ്റെ ഇവിടെ തന്നെ ഇരിപ്പുണ്ട്. അങ്ങനെ മീനൊക്കെ വറുത്ത് നമ്മൾ കുറച്ചേ എടുത്ത് വറുത്തുള്ളൂ, ബാക്കി മക്കൾ വന്നിട്ട് വറക്കാമല്ലോ ചൊല്ലി. അങ്ങനെ ഞങ്ങൾ രണ്ടും കൂടെ ഊണ് കഴിക്കാനായിട്ടൊക്കെ ഇരുന്ന്. പിന്നെ അവന് ചോറ് ഇട്ട് വെച്ച് അവന് കൊടുക്കാനായിട്ട്. ചൂടായിരുന്നു ചോറ്, അന്നേരം പിന്നെ അങ്ങനെ അവന് ഇട്ട് വെച്ച്. അങ്ങനെ അവന് ചോറൊക്കെ കൊടുത്ത് ഊണൊക്കെ കഴിഞ്ഞിട്ട് ഇതേപോലെ വന്നിരിപ്പുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം ഞങ്ങൾ സിറ്റ് ഔട്ടിലിങ്ങനെ ഇരിക്കും ഇവനുമായിട്ട്. ഇവനിങ്ങനെ ബോളുണ്ട്, ഇവന് ചെറിയൊരു ബോൾ, അതൊക്കെ ഇട്ട് കൊടുക്കും അവന് കളിക്കാനായിട്ട്. അതൊക്കെ വെച്ച് അവൻ കളിക്കും. നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ അത് കഴിഞ്ഞ് നമ്മുടെ കയ്യിലൊക്കെ എടുത്തുകൊണ്ട് തരും. ഇങ്ങനെ ഇതൊക്കെയാണ് ഞങ്ങളുടെ വീട്ടിലെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ, ഞങ്ങളുടെ വീട്ടിലെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ട് ഉണ്ടാകണം. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അവൻ ഊണും കഴിഞ്ഞ് ഉറക്കമായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ, സീ യു.